നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ വാർഷിക സഭാ പ്രതിനിധി മണ്ഡല യോഗത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. 2024 സെപ്റ്റംബർ 17 മുതൽ 20 വരെ 4 ദിവസങ്ങളിലായി തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത സ്മാരക ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരിക്കും. വാർഷിക സമ്മേളനത്തിന്റെ ക്രമീകരണങ്ങൾക്കായി സഭാ കൗൺസിൽ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സഭാ പ്രതിനിധി മണ്ഡല യോഗത്തിനോടനുബന്ധിച്ച് സമ്മാനിക്കുന്ന മാർത്തോമ മാനവ സേവാ അവാർഡ്, മാർത്തോമ കർഷക അവാർഡ്, ഹരിത അവാർഡ്, സെമിത്തേരി സംരക്ഷണ അവാർഡ്, മാർത്തോമ മെറിറ്റ് അവാർഡ്, മികച്ച ഗ്രന്ഥരചയിതാക്കളായ വൈദികർക്കുള്ള ക്യാഷ് പ്രൈസ് തുടങ്ങിയവർക്കായി അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും ക്ഷണിച്ചു. വ്യവസായ മേഖലയിൽ വ്യവസായ സംരംഭങ്ങളിലൂടെ സാമൂഹിക സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മാർത്തോമ സഭാ അംഗങ്ങൾക്കാണ് ഇക്കൊല്ലത്തെ മാനവ സേവാ അവാർഡ് സമ്മാനിക്കുക. 20 വർഷമെങ്കിലും ഈ മേഖലയിൽ സേവനം ചെയ്യുന്നവരായിരിക്കണം നിർദ്ദേശിതർ. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്ന ചെറുകിട കർഷകരെയാണ് മാർത്തോമ കർഷക അവാർഡിനായി പരിഗണിക്കുക. 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മാർത്തോമ സഭയുടെ സ്കൂളുകളിലും കോളേജുകളിലും പ്രവർത്തിക്കുന്ന മാർത്തോമ സഭാ അംഗങ്ങളായ അധ്യാപകർ, മറ്റു സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന മാർത്തോമ സഭാ അംഗങ്ങളായ അധ്യാപകർ എന്നിവരിൽ ഡോക്ടറൽ ബിരുദം കരസ്ഥമാക്കിയവർക്കാണ് മാർത്തോമ മെറിറ്റ് അവാർഡും സമ്മാനിക്കുക. UGC അംഗീകാരമുള്ള സെക്യുലർ യൂണിവേഴ്സിറ്റികളുടെ ഡോക്ടറൽ ബിരുദം കരസ്ഥമാക്കിയ അധ്യാപകർക്ക് അപേക്ഷിക്കാം. 2023 ഏപ്രിൽ 1 2024 മാർച്ച് 31 മധ്യേ ഡോക്ടറൽ ബിരുദം നേടിയിരിക്കണം. അംഗീകാരമുള്ള സെക്യുലർ തിയോളജിക്കൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും റാങ്ക് നേടിയ മാർത്തോമ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മെറിറ്റ് അവാർഡിനും ഇപ്പോൾ അപേക്ഷിക്കാം. സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ രൂപീകൃതമായ മാർത്തോമ ഇടവകകളിൽ നിന്നും 2024 SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മാർത്തോമ മെറിറ്റ് അവാർഡും സമ്മേളനത്തിൽ നൽകും. മികച്ച ഗ്രന്ഥരചയിതാക്കളായ വൈദികർക്ക് നൽകുന്ന മാളിയേക്കൽ MC ജോർജ് മെമ്മോറിയൽ പ്രൈസിനായി 2023 ഏപ്രിൽ 1 2024 മാർച്ച് 31 മധ്യേ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ് പരിഗണിക്കുക. വട്ടക്കോട്ടാൽ റവറൻ മാത്യു തോമസ് മെമ്മോറിയൽ എൻഡോമെന്റ് പ്രൈസിനായി മാർത്തോമ സഭയിലെ വൈദികരുടെ കഥകൾ, കവിതകൾ, ഇതര സാഹിത്യകൃതികൾ പരിഗണിക്കും. പുസ്തകങ്ങളുടെ 4 കോപ്പികൾ വീതം നൽകണം. സഭയുടെ കേരളത്തിലുള്ള ഇടവകകൾ, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവർക്ക് ഹരിത അവാർഡിന് അപേക്ഷിക്കാം. ഓരോ വിഭാഗത്തിനും 1ാം സ്ഥാനത്തിന് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിക്കും. അവാർഡുകൾക്കായുള്ള അപേക്ഷകളും അനുബന്ധ രേഖകളും ജൂൺ 5 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുൻപ് സഭാ ഓഫീസിൽ ലഭിക്കണമെന്ന് സഭാ സെക്രട്ടറി റവറന്റ് EBT മാമൻ അറിയിച്ചു. മാർത്തോമ സഭയിലെ റിട്ടയർഡ് വൈദിക ഫെലോഷിപ്പ് വാർഷിക സമ്മേളനം ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്ററിൽ സമാപിച്ചു. ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വികാരി ജനറൽ വെരി റവറന്റ് ഡോക്ടർ P. ജോർജ് സക്രിയ അധ്യക്ഷനായിരുന്നു. റവറന്റ് ഡോക്ടർ മാത്യു ഡാനിയൽ മുഖ്യ സന്ദേശം നൽകി. ഫെലോഷിപ്പ് സെക്രട്ടറി റവറന്റ് സൈമൺ ബെഹനാൻ, ട്രഷറർ റവറന്റ് തോമസ് ജോർജ് എന്നിവർ സംസാരിച്ചു. റവറന്റ് ജോൺ എബ്രഹാം പട്ടാഴി 80ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകം സഫ്രഗൻ മെത്രാപ്പൊലീത്ത പ്രകാശനം ചെയ്തു. വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പാസാക്കി. വിരമിച്ച വൈദികരുടെ മെഡിക്കൽ ഇൻഷുറൻസ് OP റീം ഇംപേഴ്സ്മെന്റ് തുക 35,000 രൂപയായിരുന്നത് 50,000 രൂപയായി ഉയർത്തണമെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെട്ടു. അനേകരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിന് ഞങ്ങളെ നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്തുവല്ലോ എന്ന് ഓർക്കുമ്പോൾ ജീവിതത്തിൻ്റെ ധന്യതയെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യാൻ സാധിക്കും. ആത്മപ്രചോദിതമായ ഗാനങ്ങൾ ആലപിച്ചും സമർപ്പണം പുതുക്കിയും മാർത്തോമ സഭയിലെ ഇടവക ഗായക സംഘങ്ങൾ ദിവ്യസംഗീത ദിനം ആചരിച്ചു. സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും വ്യത്യസ്ത പരിപാടികൾ ഒരുക്കി. സഭയിലെ ഗായക സംഘങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും ഗായക സംഘങ്ങളെ ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതിനും ഈ ദിനം വേർതിരിച്ചു. എല്ലാ ദേവാലയങ്ങളിലും പ്രത്യേക ആരാധനാക്രമം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയും തിരുവചന ധ്യാനവും ഒരുക്കി.
ഗായക സംഘങ്ങളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയും ക്രമീകരിച്ചു. സംഗീതത്തിലൂടെ ദൈവ സാന്നിധ്യം പകരുവാൻ വിളിക്കപ്പെട്ടവരാണ് ഗായക സംഘങ്ങളെന്നും ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ഗായക സംഘങ്ങൾ നിർവഹിക്കുന്നതെന്നും സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMC പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. യുവജനങ്ങൾ മാനുഷിക സ്നേഹമുള്ളവരായി മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് റൈറ്റ് റെവറൻഡ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. മർത്തോമ യുവജന സഖ്യം കുന്നംകുളം മലബാർ ഭദ്രാസന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർക്കള മർത്തോമ ഭദ്രവിദ്യാലയത്തിൽ സംഘടിപ്പിച്ച യുവജന കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങൾ പരസ്പര സ്നേഹവും സാഹോദര്യവും നിലനിർത്തുന്നവരാകണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ സഭയിലെ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ചലച്ചിത്രതാരം PP കുഞ്ഞികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ മാത്യൂസ് ജോർജ് ക്ലാസുകൾ നയിച്ചു. റവറൻഡ് സജു ബി ജോൺ, ജീമോൻ മണർകാലായിൽ, റവറൻഡ് മാത്യു ബേബി, റവറൻഡ് റോജിൻ KS, ഐബിൻ ജേക്കബ്, മേഴ്സി വർഗീസ്, റവറൻഡ് ജിബിൻ ഇടിക്കുള, റവറൻഡ് ജോർജ് വർഗീസ്, റവറൻഡ് അനീഷ് തോമസ്, ആശിഷ് പുലിക്കോടൻ, ജൻസൺ ഷാജി, ജൂബി ജോൺ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നിന്നായി 200-ൽ പരം യുവജനങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ദൈവം തന്ന ഈ അവസരം അനുഗ്രഹകരമായി ജീവിച്ച് പൂർത്തിയാക്കി ദൈവത്തിന് നന്ദി പറയണം. വീടില്ലാത്ത അനേകങ്ങളുടെ മധ്യത്തിലാണ് ഇന്ന് ഈ 2 വീടുകൾ ഉണ്ടായിരിക്കുന്നത്. അപ്രകാരം വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ തക്കൊണ്ട് ദൈവം തിരുമനസ്സായി നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചിനെ അതിനുവേണ്ടി ഒരുക്കി. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുടെ പട്ടത്വ സുവർണ ജൂബിലിയുടെ ഭാഗമായി സഭ ആവിഷ്കരിച്ച അഭയ പദ്ധതിയിൽ കുറിയന്നൂരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 2 വീടുകളുടെ കൂദാശ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രഗൻ മെത്രാപ്പോലിത്തയും ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയും ചേർന്ന് നിർവഹിച്ചു. മാർത്തോമ സഭയിലെ വൈദികനായിരുന്ന കുറിയന്നൂർ പുന്നരിക്കുന്നതിൽ പരേതനായ റവറൻഡ് ജോൺ മാത്യുവിന്റെ സഹധർമ്മിണി ലിസി കൊച്ചമ്മ സൗജന്യമായി നൽകിയ 10 സെന്റ് ഭൂമിയിലാണ് പുതിയ 2 ഭവനങ്ങൾ ഒരുക്കിയത്. സീനിയർ വികാരി ജനറൽ വെരി റവറൻഡ് ജോർജ് മാത്യു, സഭാ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, ഭവന നിർമ്മാണ കോർഡിനേറ്റർ റവറൻഡ് VS കറിയ തുടങ്ങിയവർ സംസാരിച്ചു. വെൺമണി മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടുതൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി. ബാസ്കറ്റ്ബോൾ കോർട്ട്, നിരീക്ഷണ ക്യാമറ, ബോട്ടണി, സുവോളജി, കമ്പ്യൂട്ടർ സയൻസ് ലാബുകൾ, ലൈബ്രറി എന്നിവ സമർപ്പിച്ചു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷനും സ്കൂൾ LAC ചെയർമാനുമായ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് അഫ്രഗൻ മെത്രാപ്പൊലിത്ത പുതിയ പ്രൊജക്ടുകളുടെ സമർപ്പണം നിർവഹിച്ചു. വെൺമണി മാർത്തോമ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ സജു മാത്യു അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ബിനുമോൾ കോശി, സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യു, TKS നിധി ചെയർമാൻ TK മാത്യു, ട്രഷറർ TK സൈമൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC സുനിമോൾ, വെൻസെക് ചെയർമാൻ കോശി ശമുവേൽ, PTA പ്രസിഡന്റ് പ്രൊഫസർ MK ശമുവേൽ, ജില്ലാ പഞ്ചായത്ത് അംഗം R മഞ്ജുള ദേവി, ബ്ലോക്ക് മെമ്പർ ജെബിൻ P വർഗീസ്, വാർഡ് മെമ്പർ രാധമ്മ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പ്രൊഫസർ R രാജഗോപാൽ, LAC അംഗം റോയ് K കോശി, സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി അലക്സ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഗൗരവ് ബാനർജി, തറയിലേത്ത് കോശി സാറാമ നിധി എന്നിവരുടെ സ്പോൺസർഷിപ്പിലൂടെയാണ് സ്കൂളിൽ വിവിധ പ്രൊജക്ടുകൾ നടപ്പാക്കിയത്. പോസ്റ്റ് ഡോക്ടറേറ്റ് പഠനം വിജയകരമായി പൂർത്തിയാക്കിയ മാർത്തോമ സഭ മുംബൈ UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനങ്ങളുടെ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പയ്ക്ക് സ്വിറ്റ്സർലൻഡിലെ ബേൺ യൂണിവേഴ്സിറ്റിയിലെ ഉയർന്ന സർവകലാശാല ബിരുദമായ ഡോക്ടർ ഹാബിലിറ്റാറ്റസ് എന്ന വിശിഷ്ട പദവി ലഭിച്ചു. ഭദ്രാസന അധ്യക്ഷൻ തിരുമേനിയുടെ ഈ വലിയ അംഗീകാരത്തിൽ മുംബൈ ഭദ്രാസന ഭാരവാഹികളും സഭാജനങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നു. തിരുമേനിയുടെ കഠിനാധ്വാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും അക്കാഡമിക് മികവിന്റെയും പ്രതിഫലനമാണ് ലഭിച്ച ഈ വലിയ അംഗീകാരമെന്ന് ഭദ്രാസന വികാരി ജനറൽ വെരി റവറൻഡ് തോമസ് K ജേക്കബ് ആശംസിച്ചു. മാർത്തോമ വിഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ. മാർത്തോമ സഭ മുംബൈ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഭദ്രാസനത്തിലെ സുവിശേഷകരുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ലോണവാല ക്യാമ്പ് ഷെഡ് മാർക്രിസോസ്റ്റം ക്യാമ്പ് സെന്ററിൽ 4 ദിവസങ്ങളിൽ നടന്ന കോൺഫറൻസിൽ 35-ലധികം സുവിശേഷകരും അവരുടെ കുടുംബാംഗങ്ങളും വോളണ്ടിയേഴ്സും ഉൾപ്പെടെ 170-ലധികം ആളുകൾ പങ്കെടുത്തു. ക്യാമ്പ് ഷെഡ് ബൈബിൾ സ്കൂളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ 3 സുവിശേഷകരുടെ നിയോഗ ശുശ്രൂഷയും അനുഗ്രഹീതമായി ക്രമീകരിച്ചു. ബൈബിൾ പഠനം, വിവിധ വിഷയങ്ങളിലുള്ള ക്ലാസുകൾ, സംഗീത പഠനം, ടാലന്റ് നൈറ്റ് തുടങ്ങിയവ ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കി. വികാരി ജനറൽ വെരി റവറൻഡ് തോമസ് K ജേക്കബ്, റവറൻഡ് കിഷോർ വാങ്കഡായ്, റവറൻഡ് സാജൻ ഗെയ്ക്കവാഡ്, റവറൻഡ് മനു എബ്രഹാം, റവറൻഡ് അലൻ T സാമുവേൽ,
മനോജ് പി മാമച്ചൻ തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. സുവിശേഷകരായ സന്ദീപ്, അനിൽ പട്വി, എൽ സന്തോഷ്, ടെനാറോ, അനില, ആന്റണി, ബാലു, ബ്ലസനം വർഗീസ് തുടങ്ങിയവരും സന്നിഹിതരായി. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോ.